എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ എന്തോ ആണ് റാസ്മസ് ഹോയിലൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ ഫാൻ ചാനലായിട്ടുള്ള, ലോകത്തിലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ ഫാൻ ചാനലായ യുണൈറ്റഡ് സ്റ്റാൻഡിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ റാസ്മസ് ഹോയിലൻഡ് കൊടുത്തത് പല സീനിയർ കളിക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ സീനിയർ കളിക്കാർ റാസ്മസ് ഹോയിലൻഡിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത്, നീ എന്തിനാണ് അങ്ങനത്തെ ഒരു ചാനലിന് പോയി ഇൻ്റർവ്യൂ കൊടുത്തത്? അപ്പോൾ യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിനെയും അതുപോലെ തന്നെ യുണൈറ്റഡിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ താറടിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചാനലാണെന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ സീനിയർ കളിക്കാർ റാസ്മസ് ഹോയിലൻഡിനോട് പോയി അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അപ്പം ഈ റിപ്പോർട്ടിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ആദ്യം നമ്മൾ യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനലിൻ്റെ കാര്യം നോക്കാം. യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനലിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനൽ ശരിക്കും യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനൽ വരുന്നതിന് മുന്നേ ഇവിടെ കുറേ ചാനൽസ് ഉണ്ടായിരുന്നു, കുറേ ഫാൻ ചാനൽസ് ഇംഗ്ലണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനൽ ശരിക്കും പറഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ കുറേയും കൂടെ ഫാൻസിന് കുറേയും കൂടെ റിലേറ്റഡ് ആയിട്ട് അവർ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി, കുറച്ചുകൂടെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഫാൻസിന് കുറച്ചുകൂടെ റിലേറ്റബിളായിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ പെട്ടെന്ന് ഇങ്ങനെ വളർന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള പല ചാനൽസിനെ ശ്രദ്ധിച്ചു, അവർ കൂടുതലും ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പല സമയത്തും അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ പതപ്പിച്ച് നിർത്തുന്ന ഒരു രീതിയായിരുന്നു, ആ ഒരു സ്റ്റൈലായിരുന്നു അവരുടെ ആ ഒരു കണ്ടൻറ്റ് അവതരിപ്പിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടൻറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചാനൽ കുറച്ചുകൂടെ റിലേറ്റബിളായിട്ട് ഈ ആരാധകരുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ അതേപോലെ പ്രകടിപ്പിക്കുന്ന ഒരു ചാനൽ വന്നപ്പോൾ തന്നെ ആ ചാനലിന് റീച്ച് കൂടി അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് ഇങ്ങനത്തെ അവിടുത്തെ വലിയ വലിയ ചാനലുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോയത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടുത്തെ ഉള്ള പല ചാനലുകൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. മറ്റു ചാനലുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് പലർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിക്കടി ഉണ്ട് ഇങ്ങനത്തെ ന്യൂസ് പുറത്ത് വരുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യൂട്യൂബ് ചാനൽസ് മാത്രമല്ല, പല മീഡിയ സോഴ്സസിനും ഈ മാർക്ക് ഗോൾബ്രിഡ്ജ് എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു മുതലാളിയുടെ വളർച്ച പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മാർക്ക് ഗോൾബ്രിഡ്ജിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ, പുള്ളിയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഈ റാസ്മസ് ഹോയിലൻഡ് അടുക്കൽ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് നേരെ നമ്മൾ റാസ്മസ് ഹോയിലൻഡിനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇൻ്റർവ്യൂ വേണം നീ വാടാന്നുള്ള രീതിയിൽ ചെന്നിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊത്തിരി പ്രോസസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ യുണൈറ്റഡ് സ്റ്റാൻഡൊക്കെ ചെന്ന് എത്തിപ്പെട്ടത്. അപ്പം ആ ഒരു സമയത്ത് ക്ലബിനൊക്കെ അറിയാം യുണൈറ്റഡ് സ്റ്റാൻഡ് മാർക്ക് ഗോൾബ്രിഡ്ജൊക്കെ റാസ്മസ് ഹോയിലൻഡിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നു. അതുമാത്രമല്ല ഇൻ്റർവ്യൂവിന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇതൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് അങ്ങനത്തെ ഒരു പെർമിഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അത്രയും സംഭവങ്ങൾ ഇത്രയും സ്ക്രൂട്ടിനിയിലൂടെ കാര്യങ്ങൾ കടന്നു പോയിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തോണ്ട് തന്നെ എനിക്കും തോന്നുന്നില്ല അങ്ങനെ ഒരു പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കെല്ലാവർക്കും അറിയാം, ഇതിന് മുന്നേ തന്നെ അവർക്കെല്ലാവർക്കും അറിയാം ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിന് റാസ്മസ് ഹോയിലൻഡ് പോകുന്നുണ്ടെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ പുറത്തുനിന്നുള്ള സോഴ്സസിൻ്റെ ഒരു എന്നാ പറയുന്നത് ഒരു തള്ളി ന്യൂസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായവും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ പുള്ളിയുടെ ഈ മാർക്ക് ഗോൾബ്രിഡ്ജിൻ്റെ എല്ലാ അഭിപ്രായത്തോടൊന്നും നമുക്ക് അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും എല്ലാ അഭിപ്രായത്തോടും നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയാണ് പുള്ളിയുടെ വളർച്ചയ്ക്കും കാരണം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഫുട്ബോൾ കാര്യങ്ങളിലേക്ക് വരാം. ഫുട്ബോൾ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ യുണൈറ്റഡിൻ്റെ ഓൺ ഫീൽഡ് പെർഫോമൻസ് ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഭയങ്കര നമുക്കെല്ലാവർക്കും ഡിപ്രഷൻ തന്നുകൊണ്ടിരിക്കുന്ന പെർഫോമൻസാണ് യുണൈറ്റഡ് ഓൺ ദ ഫീൽഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം യുണൈറ്റഡ് 2 പ്രാവശ്യമാണ് ഇനി അടുപ്പിച്ച് 2 പ്രാവശ്യം ലിവർപൂളിനെ ഓൾഡ് ട്രാഫോർഡിൽ നേരിടാൻ വേണ്ടി പോകുന്നു. ഈ മാസം അതായത് മാർച്ച് 17 FA കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് ഓൾഡ് ട്രാഫോർഡിൽ നടക്കും. അതുപോലെ തന്നെ അടുത്ത മാസം ഏപ്രിൽ 7 പ്രീമിയർ ലീഗിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരം ഓൾഡ് ട്രാഫോർഡിൽ നടക്കും. അങ്ങനെ 2 മത്സരം ഈ ലിവർപൂളിനെതിരെ കളിക്കണം നമുക്ക്. ലിവർപൂളിൻ്റെ ഇന്നലത്തെ മാച്ച് മാൻ സിറ്റിയും ലിവർപൂളും തമ്മിലുള്ള ഇന്നത്തെ മാച്ച് കണ്ടിട്ട് എനിക്ക് ശരിക്കും ലിവർപൂളിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴേ പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ലിവർപൂൾ മാൻ സിറ്റി പോണക്ക് ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെതിരെ ഇന്നലത്തെ മാച്ചിൽ ആരായിരുന്നു ബെസ്റ്റ്? ലിവർപൂൾ ടീമായിരുന്നു ബെസ്റ്റ്. അത് ലിവർപൂളിൻ്റെ ഓൺ ഫീൽഡ് പെർഫോമൻസ് നോക്കിയാലും നമ്മൾ സ്റ്റാറ്റ്സ് നോക്കിയാലും ഏത് തരത്തിലും ലിവർപൂളായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ടീം. നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റ്സൊക്കെ നോക്കിയാൽ ഏറ്റവും നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ലിവർപൂളാണ്. XG ഒക്കെ നോക്കിയാൽ 2 മുകളിലെന്തോ ഉണ്ട്. അവർക്ക് മറ്റവർക്ക് 1 പോയിൻറ്റ് സംതിങ്ങേ ഉള്ളൂ സിറ്റിക്ക്.
അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഇതെല്ലാം ലിവർപൂളിന് കൂടുതലാണ്. പക്ഷേ ലിവർപൂൾ കിട്ടിയ ചാൻസ് സ്കോർ ചെയ്തില്ല. അതുമാത്രമല്ല ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കിയ ഡോക്കുവിൻ്റെ ആ ഒരു ഫൗള്, അത് പലരും ഡോക്കുവിൻ്റെ ആ ഒരു മക്കലിസ്റ്ററിൻ്റെ മുകളിലുള്ള ഫൗള് അത് ശരിക്കും പല പണ്ഡിറ്റ്സും ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് ഞാൻ കണ്ടു. അത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ്, എൻഡ് മൊമെൻ്റാണ്, അത് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫൗള് ശരിക്കും പറഞ്ഞാൽ ഡോക്കു ചവിട്ടിയത് എനിക്ക് തോന്നുന്നത് മക്കലിസ്റ്ററിൻ്റെ നെഞ്ചിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ചവിട്ടിയത്. അപ്പോൾ ചവിട്ട് കൊണ്ട് മക്കലിസ്റ്റർ താഴെ വീഴുന്നു, പക്ഷേ ഫൗള് കൊടുക്കുന്നില്ല. ഇത് ബോക്സിന് വെളിയിൽ, ക്ലോപ്പ് പറഞ്ഞ പോലെ തന്നെ ബോക്സിന് വെളിയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഷുവറാണ് അറ്റ്ലീസ്റ്റ് ഒരു യെല്ലോ കാർഡെങ്കിലും കിട്ടിയാൽ. ഇവിടെ ഫൗള് വിളിച്ച് പെനാൽറ്റി കൊടുക്കാൻ ഇവർക്ക് കഴിയത്തില്ല, അതുകൊണ്ട് തന്നെയാണ് പെനാൽറ്റി വിളിക്കുന്നത്. പക്ഷേ ഷോർ പെനാൽറ്റി ആയിരുന്നു, അത് കൊടുക്കേണ്ട പെനാൽറ്റി ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ ഈ ഒരു മാച്ചിൽ സിറ്റി സ്കോർ ചെയ്ത ഗോളിലും കുറച്ച് കോൺട്രവേഴ്സി പറയുന്നുണ്ട്. കാരണം ആ ഒരു സമയത്തും മക്കലിസ്റ്ററിനെ പുഷ് ചെയ്യുന്നുണ്ട് നാഥനൊക്കെ. അപ്പോൾ അത് മാത്രമല്ല, നാഥനൊക്കെ ആ ഒരു സമയത്ത് ഓഫ് സൈഡ് പൊസിഷനിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിബ്രോയിനെ കിക്ക് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ നാഥാനൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ പുള്ളി ഓഫ് സൈഡ് പൊസിഷനിലല്ല, പുള്ളി ബാക്കിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല ഗെയിമിനെ, അല്ലെങ്കിൽ ഗോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പുള്ളിയുടെ ശ്രമം ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോളിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ ഒരു ഡിസിഷൻ, ലിവർപൂളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ്, താങ്ങുകയാണ് എന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ലിവർപൂളിനെ താങ്ങേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ മാച്ച് നോക്കിയാൽ സിറ്റിയുടെ മിഡ്ഫീൽഡിനെ ഡോമിനേറ്റ് ചെയ്യുന്ന ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിനെയാണ് നമ്മൾ കണ്ടത്. മക്കലിസ്റ്റർ ആയാലും എൻഡോയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കെവിൻ ഡിബ്രോയിനെ എടുത്ത് പോക്കറ്റിൽ വെച്ചേക്കുമായിരുന്നു, കാരണം പുള്ളിയുടെ പോക്കറ്റിലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ എല്ലാ ക്രിയേറ്റീവ് സോഴ്സസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്, സിറ്റിയുടെ എല്ലാ ക്രിയേറ്റീവ് സോഴ്സസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലിവർപൂൾ ശ്രമിച്ചത്. അതിപ്പം കെവിൻ ഡിബ്രോയിനായാലും അൽവാരസ് ആയാലും ഫോഡൻ ആയാലും ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഹാലൻഡിലോട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇവരുടെ ചാൻസസ് ക്രിയേഷനൊക്കെ ഭയങ്കര അത്ര നല്ല ചാൻസസ് അല്ലായിരുന്നു. ഈ കമ്പാരിറ്റീവ്ലി ലിവർപൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര നല്ല ചാൻസസ് അല്ല സിറ്റി ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ആ ഒരു മിഡ്ഫീൽഡിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എൻഡോയും അതുപോലെ തന്നെ മക്കലിസ്റ്റർ ഇവരുടെയൊക്കെ ഇന്നലത്തെ ഒരു സ്റ്റാറ്റ്സ് നോക്കും. എൻഡോയുടെ സ്റ്റാറ്റ്സ് നോക്കിയാൽ 7 എണ്ണത്തിൽ 6 ഗ്രൗണ്ട് ഡ്യുവൽസ് പുള്ളി വിൻ ചെയ്തു, 4 എണ്ണത്തിൽ 4 ടാക്കിൾ വിൻ ചെയ്തു, 6 റിക്കവറീസ്. അതുപോലെ തന്നെ മക്കലിസ്റ്ററിൻ്റെ കാര്യം നോക്കിയാൽ 13 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 8 എണ്ണം പുള്ളി വിൻ ചെയ്തു, 4 ടാക്കിൾസ്, 11 റിക്കവറീസ്. മുടിഞ്ഞ കളിയായിരുന്നു 2 എണ്ണവും, എൻഡോ ആയാലും മക്കലിസ്റ്റർ ആയാലും മുടിഞ്ഞ കളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് വാൻഡൈക്കാണ്. വാൻഡൈക്ക് ഇന്നലത്തെ മാച്ച് കണ്ടപ്പോൾ ഞാൻ ഓർത്താണ്, ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ലിവർപൂളിലെ മാച്ച് കാണുമ്പം അതുപോലെ തന്നെ വാൻഡൈക്കിൻ്റെ ഡിഫൻസീവ് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ സീസണിലെ ചില മാച്ചസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ വാൻഡൈക്ക് തീർന്നു, വാൻഡൈക്കിൻ്റെ വെടി തീർന്നു, ഇതോടെ തീർന്നു വാൻഡൈക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ മനുഷ്യൻ ഈ സീസണാണല്ലോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. കാരണം ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പുള്ളിയുടെ ഡിഫെൻസീവ് ആസ്പെക്റ്റ് നമ്മൾ നോക്കിയാൽ ഹാലൻഡുമായിട്ടൊരു 1v1 വരുന്നുണ്ട്. ഹാലൻഡുമായിട്ട് 1v1 വരുമ്പോഴത്തേനും എല്ലാവരും പതറുന്ന ഒരു സിറ്റുവേഷനാണ്. ഹാലൻഡ് പോണക്കത്തെ ഒരു പ്ലെയറുമായിട്ട് 1v1 വരിക, അതുപോലെ തന്നെ ഹാലൻഡ് നമുക്കെതിരെ റൺ ചെയ്യുക. അപ്പോൾ ഹാലൻഡാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഹാലൻഡിൻ്റെ റണ്ണ് അതിനെ പരമാവധി സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി മാക്സിമം പുള്ളി ശ്രമിക്കുന്നുണ്ട്. കുറേ ഡിസ്റ്റൻസ് ബാക്കിലേക്ക് വരേണ്ടി വന്നു പുള്ളി. അപ്പോൾ അങ്ങനെ പയ്യെ ബാക്കിലേക്ക് വന്ന് മാക്സിമം പുള്ളിയെ ഹാലൻഡിനെ സ്ലോ ഡൗൺ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഹാലൻഡിന് ആ ഒരു ഷോട്ട് മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാൻഡൈക്കിൻ്റെ ഈ ഒരു ഹാലൻഡിനെ ടാക്കിൾ ചെയ്ത ആ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും വളർന്നു വരുന്ന ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ക്ലിപ്പായിട്ട് എടുത്ത് വെച്ച് പഠിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വാൻഡൈക്ക് ഡിഫെൻസീവ്ലി ആണല്ലോ, ഒഫെൻസീവ്ലി പുള്ളി ബോൾ പ്രോഗ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ബോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള പുള്ളിയുടെ കഴിവ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഡിസർവിങ് വിന്നേഴ്സ് ലിവർപൂളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും സമനില പിടിച്ചുകൊണ്ട് തന്നെ ആർസണൽ ഫാൻസ് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ആർസണൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ടഫർ ഫിക്സ്ചേഴ്സാണ് അവർക്ക് മുന്നോട്ടുള്ളത്. അപ്പം 64, 63 എന്നുള്ള രീതിയിൽ ആദ്യത്തെ 3 സ്ഥാനക്കാരിങ്ങനെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനിൽ ലിവർപൂളിൻ്റെ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിലിന് വേണ്ടി ഇങ്ങനെ ടൈറ്റർ കോമ്പറ്റീഷൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ്. അത് ശരിക്കും പ്രീമിയർ ലീഗ് ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവമാണ്.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.